ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മളൊരു എവിക്ഷൻ കണ്ടു. അതേപോലെ തന്നെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള ലൈവിൽ ഒരു റീ എൻട്രിയും കണ്ടു. ഇവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടോ ആരെയും മറ്റേ താഴ്ത്തിക്കെട്ടാനോ വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ വീണ്ടും ഒന്നും കൂടെ ഇന്ന് രാവിലെ എപ്പിസോഡ് എടുത്തിട്ട് ആ ഭാഗം കണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അതായത് നോറ എവിക്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ കണ്ടു ഋഷിയും അതേപോലെ നോറയുമാണ് അവിടെ നിൽക്കുന്നത്. അവരുടെ ബോക്സിൽ റെഡ് ഷാൾ വരുന്ന ആൾ എവിക്റ്റ് ആവുകയും ഗ്രീൻ ഷാൾ വരുന്ന ആൾ ഇന്നാവുകയാണ് ചെയ്യുന്നത്. നോറയ്ക്കാണ് റെഡ് കിട്ടിയത്, ഋഷിക്ക് ഗ്രീന്. ഇവിടെ എല്ലാവരും എവിക്റ്റ് ആവുന്ന സമയത്ത് ഈ എവിക്റ്റായി പുറത്തു പോകുന്ന ആളെ വന്ന് സമാധാനിപ്പിക്കുകയും അവരോട് സംസാരിക്കുകയും ഡോറ് തുറന്ന് പുറത്ത് പോകുന്നത് വരെ എല്ലാവരും അവരുടെ കൂടെ നിൽക്കുന്നതുമാണ് ഇത്രയും നാൾ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ നോറയുടെ കാര്യത്തിൽ അത് വ്യത്യസ്തമായിരുന്നു. നോറയുടെ അടുത്തേക്ക് അങ്ങനെ ആരും അധികം പോയിട്ട് ഒരു എവിക്റ്റ് ആയതിൻ്റെ വിഷമം പ്രകടിപ്പിക്കാനോ ഒന്നും ആരും ശ്രമിക്കുന്നതായിട്ട് കണ്ടില്ല. ഒന്ന് അവോയ്ഡ് ചെയ്യുന്നവർ ഈ ശല്യം ഒഴിവായി എന്നുള്ള രീതിയിൽ പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. നേരെ മറിച്ച് ഇവിടെ സേവ് ആയിട്ടുള്ള ഋഷിയുടെ അടുത്ത് പോയിട്ട് എല്ലാവരും ഋഷിയെ കെട്ടിപ്പിടിക്കുകയും ഋഷിയെ ഹഗ് ചെയ്യുകയും ഋഷിയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ബിഗ് ബോസിൽ തന്നെ, ബിഗ് ബോസ് സീസൺ 6 മാത്രമല്ല, ഇതിനു മുമ്പുള്ള എല്ലാ സീസണുകളിലും തന്നെ ഇതേപോലെ ഒരു അവോയ്ഡ് ചെയ്യുന്ന രീതി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എവിക്റ്റായി പോകുന്നവരെ സമാധാനിപ്പിച്ച് വിടുകയാണ് എല്ലാവരും. എത്ര ശത്രുതയുള്ളവരായാലും ശരി, അവരെ ഒന്ന് ഹഗ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് സമാധാനിപ്പിച്ച് വിടുന്നതാണ് കണ്ടിട്ടുള്ളത്. അത് പക്ഷേ ഇവിടെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തിരിച്ചു വരുന്ന സമയത്ത്, അതായത് നോറ ഒരു പ്രേതത്തിൻ്റെ വേഷത്തിൽ തിരിച്ചു വരുന്ന സമയത്തും പലരുടെയും മുഖത്ത് ഒരു അങ്ങനെ വരുന്ന ഒരു കണ്ടസ്റ്റൻസ് വന്നു എന്നുള്ളൊരു ആഹ്ലാദമൊന്നും കണ്ടില്ല. അവിടെ ജിൻഡോ വ്യത്യസ്തനായിരുന്നു കേട്ടോ. ജിൻഡോ പോകുമ്പോഴും കറക്റ്റ് കാര്യങ്ങൾ, എല്ലാവരും ഔട്ടായി പോകുമ്പോഴും ജിൻഡോ നന്നായിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു. തിരിച്ചു വന്ന സമയത്ത് നോറെ വെൽക്കം ബാക്ക് എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ അങ്ങനെ വളരെ എടുത്തു പറയാവുന്ന 1-2 ആളുകൾ മാത്രമാണ് അങ്ങനെ പ്രതികരിച്ചിട്ടുള്ളത്. ഇത് നോറയെ അത്രമാത്രം അവിടെ ഉള്ളവർ വെറുത്തിട്ടാണോ അതോ നോറ ഒരു ശക്തമായ മത്സരാർത്ഥിയാണെന്ന് തോന്നിയിട്ടാണോ എന്താണെന്നറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യട്ടോ.